ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കാണുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നു, എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സൂം. ഇവിടെ വന്ന് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, ഓക്കെ, എന്ത് പഠിക്കണം. അപ്പോൾ ബുക്ക്, പേന മസ്റ്റായിട്ട് എടുക്കുക. എനിക്ക് നിങ്ങളതിനും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആരും എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഓക്കെ, ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെയിം ബിസിനസ്സാണ്. അതായത് പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു നയൽക്കാട്ട് എന്ന് പറയുന്നത് കമ്പനിയിലൂടെ നമുക്ക് പ്രൊഡക്റ്റോ അഥവാ സർവീസോ പ്രൊമോട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നോട്ട് ചെയ്യുക. പെട്ടെന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ വന്നാൽ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ജോയിൻ ചെയ്താൽ വരുമാനം കിട്ടുമെങ്കിൽ എല്ലാവർക്കും വരുമാനം കിട്ടണം. കാര്യം ഇതെന്ന് പറയുന്നൊരു ബിസിനസ്സാണ്. ഇപ്പം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവുകൾ വേണം അല്ലേ? അറിവുകളാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ വക്കീലൊക്കെ ആകണമെങ്കിൽ എത്ര വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അതിനുശേഷം +1, +2, ഡിഗ്രി, അതിനുശേഷം ഓരോ കോഴ്സ്, ഇങ്ങനെ 10-25 വർഷത്തോളം പഠിച്ചിട്ടാണ് നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നും സർവീസ് എന്താണെന്നും ഇതിൻ്റെ ബെനിഫിറ്റ്, അതായത് ഈ പ്രൊഡക്റ്റും സർവീസും എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ തയ്യാറാവുക. അതിനുവേണ്ടി നമ്മൾ സ്വയം ഇരുന്ന് ഇതിനെക്കുറിച്ച് പഠിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ട, ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പ്ലാനാണ് A to Z ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. അതായത് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. അതിനകത്ത് ആദ്യം പഠിക്കേണ്ടത് കമ്പനി പ്ലാനാണ്. അതിനകത്ത് പ്രൊഡക്റ്റും സർവീസും വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് ഇതിനകത്ത് എനിക്കൊന്നൊരു 50% ആളുകൾക്ക് തന്നെ അറിയുള്ളൂ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക്. ബാക്കി പലർക്കും ഇത് എന്താണെന്ന് പോലും അറിയില്ല. ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് ജോയിൻ ചെയ്താൽ ക്യാഷ് കിട്ടുന്നു. അങ്ങനെ ഒരിക്കലുമില്ല, അങ്ങനെ എവിടെയും കിട്ടില്ല. അതായത് ഏതൊരു മേഖലയിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഒരു സ്കൂളിൽ അധ്യാപകൻ 50 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഈ 50 വരെ പഠിപ്പിക്കുന്നത് സെയിം സിലബസ്, സെയിം കാര്യങ്ങൾ. പക്ഷേ എക്സാം റിസൾട്ട് വരുമ്പോൾ ചിലർ പൊട്ടും, ചിലർ ജയിക്കും, ചിലർ ജസ്റ്റ് പാസ്, ചിലർക്ക് ഫുൾ മാർക്ക്. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഫേർട്ട് ഉണ്ട്. സ്വയമേ ഇരുന്ന് ഇത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും സ്വയം ഇതെന്താണെന്ന് പഠിക്കാൻ ആദ്യം തയ്യാറാവുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ വീഡിയോ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ എല്ലാ ദിവസവും കമ്പനിയിൽ 9:15 നമുക്ക് കമ്പനി തന്നെ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും, ഞായറാഴ്ച ദിവസം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അത് 5 ലാംഗ്വേജിലുണ്ട്. മലയാളം 9:15 കയറുക, പഠിക്കാൻ തയ്യാറാവുക. കാര്യം 1 മാസം നമുക്കിവിടെ പഠനം മസ്റ്റാണ്. കാര്യം നമ്മൾക്ക് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലൊക്കെ ആവണമെങ്കിൽ വർഷങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ 1 മാസമെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും. കാര്യം ഒരു വിദ്യാർത്ഥിയാകുക ആദ്യം, ബിസിനസ് രണ്ടാമതാണ്. കാര്യം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വിദ്യാർത്ഥിയാകുക, പഠിക്കാൻ തയ്യാറാകുക. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, പഠിച്ചതിന് ശേഷം പിന്നീട് എന്താണ്, അതായത് നമ്മൾ ഈ ബിസിനസ് പഠിച്ചു. ഓക്കെ, പഠിച്ചതിന് ശേഷം ഇനി ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതിന് നമുക്ക് എന്ത് വേണം, കോൺടാക്റ്റ് ലിസ്റ്റ് വേണം. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ, കോൺടാക്റ്റ് ലിസ്റ്റ്. കുറഞ്ഞതൊരു 100 പേരുടെയെങ്കിലും ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാം. കാര്യം നമ്മുടെ അടുത്ത് ഒരുപാട് കോൺടാക്റ്റുകളുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി ആരെയും പരിചയമില്ല എന്ന് വയ്ക്കാം, ഒരാളെ പോലും പരിചയമില്ല, പ്രശ്നമില്ല. ഇവിടെ വലിയൊരു കടൽ പോലൊരു സോഷ്യൽ മീഡിയ എന്നുള്ള പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഇരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡ്സുകൾ എടുക്കാൻ പറ്റും. കാര്യം ഞാനത് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ലീഡ്സുകൾ ഈ ബിസിനസ്സിന് വേണ്ടി എടുത്തത്. ഓക്കെ, അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് ഞാൻ പിന്നീട് തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോൺടാക്ട് ലിസ്റ്റ് എടുക്കുക. നമ്മുടെ കോൺടാക്റ്റിലുള്ള ഫ്രണ്ട്സ്, ഫാമിലി, സഹപ്രവർത്തകർ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് ഇവരെയാണ്. കാര്യം ആദ്യം നമ്മൾ ഇവരുടെ ലിസ്റ്റ് ഇട്ട് ഇവരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവരെ അപ്രോച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ ഇവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഈ ഒരു ബിസിനസ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പലരും പറയുന്നത് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, പഠിക്കാതെ നാളെ ചെന്നിട്ട് നമ്മുടെ അടുത്തുള്ള അയൽവക്കക്കാരനെ ചേച്ചി എടുത്ത് ചെന്നിട്ട് പറയും ഇങ്ങനൊരു സംഭവമുണ്ട്, പെട്ടെന്ന് ജോയിൻ ചെയ്ത് പൈസ കിട്ടും. അപ്പോൾ അവർ ഡൗട്ട് ചോദിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരിക്കലും പറയാൻ പാടില്ല. കാര്യം ഇതെന്ന് വെച്ചാൽ ഇത് ബിസിനസ്സാണ് അല്ലേ.
മറ്റുള്ളവർക്കൊരു അവസരമല്ല നമുക്ക് കൊടുക്കുന്നത്. വെറുതെ ആർക്ക്, അതായത് നമുക്ക് പൈസ എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റില്ല? മറ്റുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റോ എന്തെങ്കിലും നമ്മൾ വാല്യൂ സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടില്ല. അപ്പം ഇവിടെ നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടത് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതായത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്, നല്ലൊരു പ്ലാനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് നമുക്ക് കമ്പനിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കമ്പനി ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളിത് പഠിക്കണം. ഓക്കെ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പ്രശ്നമില്ല, നമ്മളിവിടെ ഉണ്ട്. നിങ്ങളുടെ ലീഡർ ആണോ ആളെ കോളിൽ കണക്ട് ചെയ്തിട്ടോ ആൾ ത്രൂ കണക്ട് ചെയ്ത് ആളുടെ സപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാം. കുഴപ്പമില്ല, എല്ലാവർക്കും ഇവിടെ വേണ്ട സപ്പോർട്ടുകൾ ടീം ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം ആ പ്ലാൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയിക്കോളൂ. കമ്പനി ഡീറ്റെയിൽസ് ആദ്യം ജസ്റ്റ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പലരും ഉണ്ട്, ഒരാളെ കണ്ട 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ 5 മണിക്കൂറായാലും പറഞ്ഞു തരില്ല. അതായത് മറ്റുള്ളവർക്ക് ഇവിടെ വന്നാൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി കൊടുക്കുക, വളരെ സിമ്പിളായിട്ട്. ആർക്കും ക്ഷമയില്ല ഈ വന്ന കാലത്തെ. കാരണം ടെക്നോളജികൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്ഷമ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഇതാണ് കാര്യങ്ങൾ, ഇന്നതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഈ ഒരു അവസരം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ അതിനെക്കുറിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലേ? ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് വേറെ കാര്യമുള്ള എന്താ പറയുക ബെനിഫിറ്റ് പറഞ്ഞാൽ എനിക്കത് താല്പര്യപ്പെടണമെന്നില്ല. പക്ഷേ അതേസമയം ഞാനിവിടെ വന്നാൽ ഇങ്ങനെ വന്നാൽ ഇത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് പ്ലസ് അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു, ഇത് വളരെ കൃത്യമായിട്ട് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇൻകം പ്ലാനിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതൊക്കെ തരത്തിൽ ഇൻകം ഉണ്ട്, ഇത്ര തരത്തിൽ ഇൻകം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും, ഇത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ക്ലിയറാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെയൊക്കെ ഒരു ത്രില്ലെന്ന് വെച്ചാൽ സ്പോട്ടിൽ ക്ലോസ് ചെയ്യലാണ്. ഒരാൾക്ക് പ്ലാൻ കൊടുത്ത സ്പോട്ടിൽ ക്ലോസ്, അതല്ല ഇനി അവർ എക്സ്ക്യൂസ് പറയും. അപ്പം എക്സ്ക്യൂസ് പറഞ്ഞാലും കുഴപ്പമില്ല, ഫോളോ അപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്ക് പ്ലാൻ കൊടുത്താൽ മാക്സിമം 24 മണിക്കൂറിൽ നമ്മൾ അവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നീട് ചിലർക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം, എന്തെങ്കിലും ഒരു ഇഷ്യൂ, ബുദ്ധിമുട്ടുകൾ കാരണം അവർ ലാഗ് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. കാര്യം പലരും ഫോളോ അപ്പിലിട്ടാണ്, പല നെറ്റ്വർക്ക് ലീഡറും പലരും ഇവിടെ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ഇൻഡസ്ട്രിയിൽ 1 വർഷം നെഗറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. 1 വർഷം എൻ്റെ ഒരു സുഹൃത്തല്ല, പ്രായമുള്ള ആളാണത്, 10-60 വയസ്സുണ്ട്. അപ്പോൾ സുഹൃത്ത് പോലെയാണ് ആളിങ്ങനെ വീടുകളിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും വന്ന് 1 വർഷം കഴിഞ്ഞ് ഞാൻ പോട്ടെ ആൾ വരുന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി, ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായതാണ്. കാര്യം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യലും ബ്യൂട്ടിയും മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയുന്നുണ്ടോ, കാരണങ്ങൾ പറയുന്നുണ്ടോ, നാളത്തെ വലിയ പോസിറ്റീവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നൊരാളെ പറഞ്ഞ് 10 പേർക്ക് ഡെയിലി പ്ലാൻ കൊടുത്തു, 9 പേര് നെഗറ്റീവ്, ഒരാളെ വന്നുള്ളൂ, പ്രശ്നമില്ല, ബാക്കി 9 പേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. കാര്യം ഫോളോ അപ്പാണ് സക്സസിൻ്റെ താക്കോൽ ഈ ഒരു ബിസിനസ്സിൽ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഒരിക്കലും അതായത് ഒരാളെ ഒരിക്കലും പറഞ്ഞിട്ട് വിടാൻ പാടില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 24 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്യുക, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെ ഫോളോ അപ്പ് അവരെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ പുതിയ ആളുകൾ നമ്മൾ റിക്രൂട്ടും ചെയ്യാം. അങ്ങനെ അവരുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റണം. അവരുടെ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബിസിനസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. ഈ ഒരു പ്ലാൻ എന്താണെന്നും ഈ ഒരു ഇൻഡസ്ട്രി എന്താണെന്നും ഇതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്നും ഇവിടെ എങ്ങനെ വിജയിക്കാൻ പറ്റും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരിക്കും, അല്ലേ? കുറേ പേര് നമ്മൾ പറഞ്ഞ നമ്മുടെ ബന്ധത്തിൻ്റെ പുറത്തൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ജോയിൻ ചെയ്യുന്നവരെയൊക്കെ വെറുതെ ജോയിൻ ചിരിപ്പിക്കാതെ അവരെ ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കുക. നമ്മൾ ഒരു 10 പേരെ നമ്മൾ കൊണ്ടുവന്നുള്ളൂ, മതി. ആ 10 പേരെ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. ഇതിൻ്റെ പ്ലാൻ പഠിപ്പിക്കുക, എങ്ങനെ വർക്ക് ചെയ്യണം, ഈ ഒരു സിസ്റ്റം നിങ്ങളെന്താണോ പഠിച്ച് ഇത് അവരെ പഠിപ്പിക്കണം. കാര്യം നോളജ് ഇല്ലെങ്കിൽ അവർ നാളെ പറയും എന്നെ ഇന്നാൾ ചേർത്തിട്ട് പോയി, ഒരു കാര്യം ഉണ്ടായില്ല, അങ്ങനെ പറയുള്ളൂ. കാര്യം ഞാൻ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ. കാര്യം ഇന്നൊരാൾ മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആളെ കോൺടാക്ട് ചെയ്തു, നമ്മുടെ ടീമിലുള്ള ഒരാളെ കൊണ്ടുവന്നതാണ്. വിളിച്ചപ്പോൾ ആൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ചുമ്മാ ജോയിൻ ചെയ്തു. പക്ഷെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആൾക്ക് ഇത് ഏതാണെന്നുള്ള ഐഡിയ കിട്ടിയത്. അപ്പോൾ നമ്മളൊരാളെ കൊണ്ടുവന്നാൽ നിങ്ങൾ 1000-കണക്കിന് ആളുകളെ റെഫർ ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിലെ കൊണ്ടുവരുന്ന ആളുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം അവരെ. കാര്യം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എല്ലാവരും, അതായത് ഇന്ന് എനിക്കൊരു കാർ ഓടിക്കണമെങ്കിൽ ഇന്ന് കാർ വാങ്ങിയ നാളെ എനിക്ക് എക്സ്പെർട്ട് ഡ്രൈവർ ആവാൻ പറ്റില്ല. അതിന് ടൈം എടുക്കും. ടൈം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വരുന്നു, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ക്ലച്ച് ചെയ്താൽ ഗിയർ ചെയ്താൽ ഒക്കെ പഠിക്കുന്നു, അത് ഓടിച്ച് നോക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോരോ കടമയുണ്ട്. അങ്ങനെ ഓടിച്ചൊരു 3 to 6 മാസം ഓടിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് തെളിയുന്നത് എന്ന് പറയുന്ന പോലെയാണ് എല്ലാ എല്ലാത്തിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നൊരാൾക്ക് നാളെ ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ. അതിന് എത്ര വർഷം പഠിക്കണം, അതിന് ട്രെയിനിങ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ പഠനം മസ്റ്റാണ്. വന്നവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ടീമായിട്ട് വളരുക. കാര്യം ഇതൊരു ടീം വർക്കിംഗ് ബിസിനസ്സാണ്, അല്ലേ?
നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കുക. അതിനുവേണ്ടി അവർക്ക് വേണ്ട നോളജ്. കാര്യം മറ്റുള്ള ബിസിനസ്സുകളും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലും ഞാൻ പഠിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ബിസിനസ്സുകളാണെങ്കിൽ നമുക്ക് ഒരാൾ വളർന്നു വന്ന അസൂയായിരിക്കും. പക്ഷേ ഇവിടെ അതല്ല. നമ്മുടെ കൂടെ വന്ന ആളുകൾ വളർന്നു വന്നാൽ നമുക്കും ബെനിഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ എന്ത് ചെയ്യും, കൈപിടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെ ഡെവലപ്പ് ചെയ്യുക. അതിനകത്ത് ഡെയിലി നമ്മളൊരു 10 പേരെ കൊണ്ടുവന്നിട്ട് മതി. ആ 10 പേരെ നയിച്ചാൽ മതി. നിങ്ങൾ ആ 10 പേരിലൂടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടീമിനെ നയിക്കാൻ പറ്റും. ഈ 10 പേരെ എന്താ പറയുക, അതായത് 100, ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, 100 കഴുതകളെ മേയ്ക്കുന്നതിന് പകരം 2 കുതിരകളെ മേയിച്ചാൽ മതി അല്ലേ. പക്ഷെ അതിന് ഈ 2 കുതിരകളെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ 100, 200, 1000 പേർക്കൊക്കെ പ്ലാൻ കൊടുക്കേണ്ടി വന്നേക്കാം. ആ 2 വ്യക്തികൾ വരുന്നവരെ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നോളജ് കൊടുത്താൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഡെയിലി ആക്ടിവിറ്റി. ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ കൂടെ ഡയറക്റ്റ് വന്നിട്ടുള്ള ആളുകളോട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരൊറ്റ കാര്യം, ഒരു 90 days നിങ്ങളിതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ടീച്ചർമാർ പറയുന്ന പോലെ എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പോവുക. കാര്യം ഇവിടെ വിജയിക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വം. കാര്യം ആർക്കും ആരെയും വിജയിപ്പിക്കാൻ പറ്റില്ല അവനവൻ തീരുമാനിക്കാതെ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോ പോയിൻറ്റുകൾ കേട്ടോളൂ. അപ്പോൾ നമ്മളൊരു 90 days ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഡെയിലി എന്നിട്ട് ആക്ടിവിറ്റി. അതായത് നിങ്ങൾ ഈ ഒരു ബിസിനസ് 90 ദിവസം ടാർഗറ്റിൽ വർക്ക് പ്ലാൻ ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് 90 ദിവസം വർക്കൗട്ട് ചെയ്യുക. കറക്റ്റായിട്ട് വർക്കൗട്ട് ജോയിൻ ചെയ്ത് 90 ദിവസം വെറുതെ ഇരിക്കാനല്ല, അതിന് ഡെയിലി ഒരു ആക്ടിവിറ്റി നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്യുക. അതിന് ഞാൻ പറയുന്നത് ഡെയിലി നിങ്ങളൊരു 5 to 10 പേരെങ്കിലും കോൺടാക്ട് ചെയ്യാം. പുതിയ ആളുകൾ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ഒരു 100 പേരുടെ അല്ലെങ്കിൽ കുറഞ്ഞ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഡെയിലി ഒരു 10 പേരെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതിലൊരു 3 പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. കാര്യം അവനക്ക് ഇവിടെ വന്നാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വന്നില്ലേ ഫോളോ അപ്പിലൂടെ നമുക്ക് കൊണ്ടുവരാം. സ്പോട്ട് ക്ലോസിങ് കൊണ്ടുവന്നാൽ ക്ലോസ് ചെയ്ത് അവിടെ ഇരുത്താൻ പാടില്ല. ആ വന്നവനെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. കാര്യം അവൻ പഠിച്ചാൽ നാളെ നമ്മൾക്ക്, അതായത് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ്. നാളെ നമ്മളില്ലെങ്കിൽ പോലും ഈ സിസ്റ്റം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കി തരും. നാളെ നമ്മളില്ല, നോമിനി ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ തലമുറകൾ ആരാണോ അവർക്ക് ഈ ഇൻകം എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും അല്ലേ. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പം കേൾക്കുന്നുണ്ടോ? എനിക്ക് ടൈപ്പിംഗ് മെസ്സേജ് കാണാൻ പറ്റില്ല. ഇപ്പം കേൾക്കുന്നുണ്ടോ സാറേ? ഓക്കെ, കുഴപ്പം. ഇപ്പോൾ സാറിന് അവിടെ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റി, അതായത് 90 days ടാർഗറ്റ് ചെയ്തിട്ട് ഡെയിലി ഞാൻ ഇപ്പോൾ പറഞ്ഞു 5 to 10 പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കോൺടാക്റ്റ് ചെയ്യാം. അതിൽ 3 പേർക്കെങ്കിലും ഡെയിലിയാണ് കേട്ടോ. നിങ്ങൾ ആഴ്ച ഒരു ദിവസം റെസ്റ്റ് ചെയ്തോ, എല്ലാ ദിവസവും അല്ല, ആഴ്ച ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഡെയിലി ഒരു 3 പേർക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 1 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചാൽ മതി. നിങ്ങളെ ഫുൾ ടൈം നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ചെയ്താൽ മതി. ഫുൾ ടൈമായിട്ട് എടുത്ത് ചാടണ്ട. മനസ്സിലായില്ല? എക്സ്ട്രാ രീതിക്ക് ടീം സെറ്റ് ചെയ്ത് നാളെ നിങ്ങൾക്ക് ഇവിടെ ലക്ഷ്യങ്ങൾ വരുമാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഡെയിലി ഇങ്ങനെ 3 പേർക്ക് വെച്ച് പ്ലാൻ കൊടുത്താൽ 10 ദിവസവും 30 വരെ, ഒരു മാസം 90 പേർക്ക് പ്ലാൻ കൊടുക്കുക. 3 മാസം ആകുമ്പോൾ എങ്ങനെ പോലെ ഒരു 100-200 പേർക്ക് അടുത്ത് പ്ലാൻ കൊടുക്കാൻ പറ്റും. കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഇത്. നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾ ഇത് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടീമുകൾ ആകുമ്പോൾ അതനുസരിച്ച് പ്ലാനുകൾ കൂടുതൽ പോകും. ഇങ്ങനെ 90 days ടാർഗറ്റ് ചെയ്തിട്ട് ഡെയിലി ഏറ്റവും കുറഞ്ഞൊരു 3 പേർക്ക് വെച്ച് നമ്മൾ പ്ലാൻ കൊടുത്തിട്ട് ഒരു ഗ്രോത്തും ഒരു രീതിക്ക് നമുക്ക് ഗ്രോത്ത് ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മുടെ ടൈം എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണല്ലോ. ഈ ഒരു 90 ദിവസം നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ നമ്മൾ ഏത് ചെയ്താൽ പോലും 90 days ടാർഗറ്റ് ചെയ്യുക. കാര്യം നമ്മുടെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് വെറുതെ കളയാൻ പാടില്ല. ആരുടെയും സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. പണത്തിനേക്കാൾ വിലപ്പെട്ടതാണ് സമയം. ഓക്കെ, അപ്പോൾ ഈ സമയം തിരിച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ സമയം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. വെറുതെ 90 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നുകൊണ്ട് നിർത്തി പോകുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ 90 ദിവസം കറക്റ്റ് ആക്ടിവിറ്റി ഡെയിലി ചെയ്ത് പോവുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഡെയിലി ഒരു 3 പേർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ 90 days നോക്കുക. നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്തും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട. അതല്ല, നിങ്ങൾക്ക് ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാക്കുക, അനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് അത്യാവശ്യം ഗ്രോത്തൊക്കെ കണ്ടു തുടങ്ങി. ഓക്കെ, വരുമാനമൊക്കെ കിട്ടി. പക്ഷേ നമുക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ, കാര്യം നമ്മൾക്ക് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം ലൈഫിൽ. അതില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അതിന് നമ്മൾ ഓരോരോ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. കമ്മ്യൂണിക്കേഷൻ അതൊരു സ്കില്ലാണ്. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഏറ്റവും കിട്ടുന്ന സ്കില്ല് അത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയ സ്കില്ലാണ്. 10 ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ഇത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാണ്. സെയിൽ ക്ലോസിംഗ് സ്കില്ല് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാണ്. കാര്യം ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വരുമാനം മാത്രമല്ല, ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ വരുന്നുണ്ട് നമ്മളിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുക. നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുക, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. അത് നമുക്കൊരു 100 പേർക്കൊക്കെ പ്ലാൻ കൊടുത്ത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും.
കാര്യം 1 മാസം പ്ലാൻ കൊടുക്കുന്ന നിങ്ങളും അടുത്ത 2 മാസം കഴിയുമ്പോഴത്തെ നിങ്ങളും 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളും നല്ല മാറ്റം ഉണ്ടാവും അല്ലേ. അത് അത്യാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പല ആളുകൾക്ക് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് തന്നെ അത് നല്ല മാറ്റമുണ്ട്. നമ്മുടെ ഡയറക്റ്റ് വന്ന കുറച്ച് ആളുകളുണ്ട്, അതിന് ടീമിലൂടെ വന്ന ആളുകൾക്കുണ്ട്, അവർക്കൊക്കെ ആ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മോട്ടിവേഷൻ വീഡിയോസുകൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് നമ്മൾ തന്നെ സെൽഫ് സ്റ്റഡി ഉണ്ടാക്കുക. അത് നമ്മൾ യൂട്യൂബ് നമുക്ക് ഉപയോഗിക്കാം, ബുക്കുകൾ പുതിയത് വായിക്കാം, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാര്യം പഠനം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും സ്കൂളിൽ പഠിക്കുന്നവരെ പഠിച്ചാൽ മതി, ഒരിക്കലുമല്ല. കാര്യം നമ്മൾ അറിഞ്ഞത് കടുകോളവും അറിയാനുള്ളത് കടലോളവുമാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല സത്യം. പഠനങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഡെയിലി ഒരു 1% വെച്ച് നമ്മൾ ഇമ്പ്രൂവ് ആയാൽ മതി. വെറും 1%. ഇന്നത്തെ നമ്മളെക്കാൾ നാളത്തെ നമ്മൾ ഇതിലൂടെ ബെസ്റ്റാക്കുക. ഇങ്ങനെ നമ്മളൊരു 1% വെച്ച് ഡെയിലി ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. പിന്നീട് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനുള്ള സക്സസ് ഫോർമുല എല്ലാവരും നോട്ട് ചെയ്യുക. നോട്ട് ചെയ്താൽ പോരാ, നോട്ട് ചെയ്ത സാധനം പ്രവർത്തിക്കാൻ പറ്റണം. പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സക്സസ് ഗ്യാരണ്ടിയാണ്. അതിനൊരു തർക്കമില്ല. നിങ്ങൾ എഴുതി വെച്ചോളി. കാര്യം എനിക്ക് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നോളജ് കിട്ടി, ഈ കിട്ടിയ നോളജ് പ്രവർത്തിക്കുന്നിടത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫാനിൻ്റെ സ്വിച്ച് ഇടണം. ഈ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് കറണ്ട് ഉണ്ടെങ്കിൽ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങുമെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ആക്ഷൻ അവിടെ ഉണ്ട്. അത് എണ്ണിച്ച് പോയിട്ട് ആ ഒരു ഫാനിൻ്റെ സ്വിച്ച് ഇടാനുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കാൻ തയ്യാറാണ്. അപ്പം ഇതെല്ലാവരും നോട്ട് ചെയ്യുക. സക്സസ് ഫോർമുല, ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് സക്സസ് ആവാനുള്ള ഒരു ഫോർമുല ഇതാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്യുക. കോൺടാക്ട് ലിസ്റ്റ് ഇടുക ഫസ്റ്റ്. അതിനുശേഷം ഈ കോൺടാക്ട് ലിസ്റ്റ് ആളെ ഇൻവൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണിലൂടെ കൊടുക്കാം, പ്ലാൻ ഡയറക്റ്റ് വേണേൽ കൊടുക്കാം, എങ്ങനെ വേണേൽ കൊടുക്കാം, നമ്മുടെ സൂമിലൂടെ കൊടുക്കാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലാൻ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അവനിവിടെ വന്നാൽ എന്താണ് ബെനിഫിറ്റ് അതിനെക്കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുക. അതിനുശേഷം അവൻ വന്നിട്ടില്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക. വന്നാലും ഫോളോ അപ്പ് വേണം. വന്നില്ലെങ്കിൽ ഫോളോ അപ്പ് ഇവിടെ മസ്റ്റാണ്. കാര്യം വന്ന ആളുകൾ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവനെ ഡെവലപ്പ് ചെയ്യാനും അവനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അവൻ വരുമാനം ഉണ്ടാക്കി അതിൻ്റെ ഒരു ബെനിഫിറ്റ് കമ്പനി നമുക്കും തരുന്നുണ്ടല്ലോ. വന്നവനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ശേഷം ഈ ഫോളോ അപ്പ് ചെയ്തവർ ജോയിൻ ചെയ്തു, പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ ശേഷം ഈ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, റിപ്പീറ്റബിൾ ആക്കുക. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ നിങ്ങളുടെ ടീമിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു 10 പേര് വന്നാൽ നാളെ നിങ്ങളിവിടെ വെറുതെ ഇരുന്നാൽ ഈ ടീമിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. ഇതൊരു ബിസിനസ്സാണ്, സിസ്റ്റം ഡെവലപ്മെൻറ്റ് ബിസിനസ്സാണ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്ത വരുമാനം കിട്ടില്ല. ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ആക്റ്റീവ് ഇൻകം വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു സിസ്റ്റം റൺ ആവില്ല. വരുന്ന ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മളെക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡറാക്കി അല്ലെങ്കിൽ ട്രെയിനറാക്കി അവരെ മാറ്റുക. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ. അതായത് ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇന്ന് നമുക്കൊരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ എത്ര രൂപ, ലക്ഷങ്ങൾ മുടക്കണ്ടേ? ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞൊരു 5 ലക്ഷം രൂപ ഇന്ന് വേണം. അല്ല വേണ്ട, 1 ലക്ഷം കൂട്ടിക്കോ. ഈ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മുടക്കിയാൽ അവിടെയുള്ള കാര്യങ്ങൾ നടത്തണം. പിന്നെ കറണ്ട് ചാർജ്, വാടക റെൻറ്റ്, സ്റ്റാഫിൻ്റെ റെൻറ്റ്, പിന്നീട് അത് കച്ചവടം നടക്കണമെങ്കിൽ അതിന് വേണ്ട സ്പെഷ്യൽ എഫേർട്ട്. ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് റിസ്ക് ഉണ്ട്. പക്ഷേ അതേസമയം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ചെറുതാണ്. അതായത് ജസ്റ്റ് 750 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. പക്ഷേ ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ വരുന്ന ആളുകളോട് ഞാൻ പറയാറ്, നിങ്ങൾ 750 മുടക്കുന്നുണ്ടെങ്കിൽ 75 ലക്ഷം കാണുന്നുണ്ടല്ലോ സാർ സ്ക്രീൻ? അതായത് ജസ്റ്റ് ഒരു കോള് കയറി വരുന്ന സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളൊരു 750 മുടക്കുന്നുണ്ടെങ്കിൽ 75 ലക്ഷം രൂപ മുടക്കിയ മൈൻഡ് സെറ്റിൽ വേണം ഇത് ചെയ്യാൻ. അല്ലാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു 750 രൂപയല്ലേ ഉള്ളൂ. കാര്യം ഇത് സാധാരണക്കാരന് വിജയിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പണമുള്ള ആളുകൾ വന്നിട്ട് കോടികൾ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമല്ല, ഇതൊരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ 750 മുടക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും അത് ഞാൻ പറയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് നമ്മളിത് എന്ത് ചെയ്യണം, കാണാൻ പറ്റണം. പിന്നെ നമുക്കിവിടെ റിസ്ക്, എന്താണ് റിസ്ക്? ഒരു റിസ്ക്കും ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റി. കാര്യം ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു റിസ്ക്കും ഇല്ല. കാര്യം ഇവിടെ മറ്റുള്ള ടീം, നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മൾ വളരാൻ വേണ്ടിയിട്ടുള്ള നോളജും സപ്പോർട്ടും നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കിത് പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഫുൾ ടൈമായിട്ട് വേണ്ടവർക്ക് ഫുൾ ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാര്യം ഹൈദർ സാറൊക്കെ സംബന്ധിച്ചിട്ട് ആൾ ഓൾറെഡി ഒരു ഷോപ്പിൽ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ 50,000 30,000 പ്ലസ് ഇൻസെൻറ്റീവ്, 50,000 സാലറി ഉള്ള ആൾ അത് ഫുള്ളേ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ ഫുൾ ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൾക്കറിയാം ഈ ഒരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കഴിഞ്ഞ ദിവസം പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് വേറൊരു ജോലിക്കാണെങ്കിൽ അവിടെ ലീവ് ചോദിക്കണം, അവൻ്റെ ശമ്പളം കട്ട്. ഇവിടെ ആളുടെ അടുത്ത് ലീവ് ചോദിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് അതൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഫാമിലി ബിസിനസ് മോഡലാണ്. അതായത് നമുക്ക് ഫാമിലിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഫാമിലിയായിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ടൈം ഫ്രീഡം, ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് വർക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാൻ പറയും, തോന്നുന്ന സമയത്തുള്ള വർക്ക് ചെയ്യാതെ തുടക്കത്തിൽ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് ഒരു 90 ഡേയ്സ് ടാർഗറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ കൂടെ സീരിയസ് ആയിട്ട് വരുന്നവരോട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നാട്ടിലെ ദുബായ്ക്കാരനാവണം. കാര്യം നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ പാലാച്ചിന് പോകില്ല, കല്യാണത്തിന് പോകില്ല, ഒരു ചടങ്ങിനും പോകില്ല. ഫുള്ള് അവിടുത്തെ ജോലി.
പൈസ 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 പൈസ. അത് നമ്മളിവിടെ 90 ഡേയ്സ് മതി. 90 ദിവസം നിങ്ങൾ അതിലേക്ക് അങ്ങനെ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് സീരിയസ് ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുക. എന്നാൽ നിന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കേണ്ട വേറെ ഏതെങ്കിലും ടീമിൽ പോക്കോ. കാര്യം നമ്മുടെ കൂടെ വരുന്ന ആളുകൾ നാളെ പറയരുത് നമ്മുടെ കൂടെ വന്നിട്ടാണെന്നുള്ള കാരണം വരാൻ പാടില്ല അല്ലേ. അപ്പോൾ വരുന്നവർക്ക് ആ ലെവലിൽ നമ്മൾ നോളജ് കാര്യങ്ങൾ കൊടുത്തിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുള്ളൂ. ടൈം ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ടീം നാളെ ഇതൊരു പാസീവ് ഇൻകമായിട്ട് വരുമാനം ഉണ്ടാകും. കാര്യം ചില സമയങ്ങളിൽ ഞാനൊന്നും അറിയാതെ തന്നെയാണ് 4000 രൂപ 5000 രൂപ വരുമാനം നമുക്ക് കയറി വരുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടീമിലൂടെയാണ് അത് വരുന്നത്. അപ്പോൾ അവർക്കും സെയിം. ഇപ്പം ചില സമയത്തിൽ ഞാൻ കൊണ്ടുവന്ന ആളുകൾക്ക് എന്നേക്കാളും കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ നമുക്ക് സന്തോഷം തന്നെയാണ്. കാര്യം ഒരു ദിവസം ഹൈദർ സാർ 6000 രൂപ, അതായത് ഒരു ദിവസം പകുതിയായി തന്നെ 6000 രൂപ, നമുക്ക് അന്നേരം 2000 രൂപ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ഡയറക്റ്റ്, അതായത് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത ആദ്യം വന്നാലും ശരി അവസാനം വന്നാലും ശരി എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കമ്പനി തരുന്നത് അല്ലേ. അപ്പം ഇവിടെ മണി ഗോസ് ടു ബെസ്റ്റ്. ഏതൊരു മേഖലയിൽ ആരാണോ ബെസ്റ്റ് പണം അങ്ങോട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിന് നമ്മളിവിടെ ബെസ്റ്റ് ആവുക, കൂടുതൽ പഠിക്കുക, സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്ലൈൻ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ലീഡർ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഇവിടെ വിജയം വളരെ എളുപ്പത്തിലായിരിക്കും അല്ലേ. പിന്നീട് നമുക്ക് ഇവിടെ പാസീവ് ഇൻകം കിട്ടുന്നതിന് കൂടെ തന്നെ ഫിനാൻഷ്യലി നമുക്ക് എന്താൻ പറ്റും, പേഴ്സണൽ ഫ്രീഡം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിന് നോമിനി ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് കൈമാറാം. നമ്മൾ എടുത്ത് വെച്ച എഫേർട്ട് നാളെ നമ്മുടെ തലമുറകൾക്ക് നമുക്കിത് കൈമാറി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഓരോ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളൊരു ജോലിക്കൊക്കെ പോകണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. ജോലി കിട്ടിയാലോ പിന്നീട് അവരുടെ ആ ഒരു നിബന്ധനയ്ക്ക് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ല. നമ്മുടെ എക്സ്പീരിയൻസ് എന്താ, നമ്മളിവിടെ വരിക, പഠിക്കാൻ തയ്യാറാക്കുക, പിന്നെ വന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ തന്നെ സ്വയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏത് സമയവും റെഡിയാണ് പഠിപ്പിച്ചു തരാൻ. നമ്മളിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 ഡേയ്സിന് ശേഷം ഡേയ്സോടെ ഡിസ്കസ് ചെയ്തിട്ട് അതായത് ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ട്രെയിനിങ് അതിനകത്ത് എല്ലാ കണ്ടൻറ്റുകളും വരും. ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കൽ മാത്രമൊന്നുമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി നമ്മൾ ഡെയിലി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതൊന്ന് 2 ദിവസത്തിൽ കൺഫേം ആയതിനു ശേഷം നമ്മൾ ഗ്രൂപ്പിലേക്ക് അറിയിക്കുന്നതായിരിക്കും അത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, സക്സസ് ആവണമെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ക്ഷമയുണ്ടായിരിക്കുക. അങ്ങനെ ആണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നല്ല, എന്ത് നമ്മൾ ചെയ്താലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, അതായത് സ്ഥിരത കീപ്പ് ചെയ്യുക, ക്ഷമയുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ വിജയിക്കാൻ പറ്റും. അതായത് ഞാൻ ഈ വളരെ ഷോർട്ടാക്കിയിട്ട് 9-10 ഞാനിത് പോകില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ സൂം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇതായിട്ടൊന്ന്